ജൈവകൃഷി എന്ന് പറയുമ്പോൾ തന്നെ ആദ്യം നമ്മൾ നോക്കാനുള്ളത് മണ്ണിനെയും അതുപോലെ തന്നെ ചെടിയെയും മനസ്സിലാക്കിക്കൊണ്ടുള്ളൊരു കൃഷിയാണ്. കാരണം മണ്ണിലെ സൂക്ഷ്മജീവികളുടെ പ്രവർത്തനം എത്രത്തോളം മെച്ചപ്പെടുമോ അത്രത്തോളം നമ്മുടെ അത് വിളവിനെയും ബാധിക്കും. അത് കീടരോഗ പ്രതിരോധ ശേഷിയും ചെടിക്കുള്ളതിനെയും ബാധിക്കാറുണ്ട്. പിന്നീട് പ്രധാനമായിട്ടുള്ളത് ജൈവകൃഷിയുടെ ഏറ്റവും വലിയൊരു പ്രത്യേകത, നമ്മൾ ആദ്യം കൊടുക്കുന്ന ഒരു ഇൻപുട്ട് കൂടുതലാണെങ്കിൽ പോലും പിന്നീട് വരുംതോറും അതിൻ്റെ അളവ് വളരെ വളരെ കുറയ്ക്കാനായിട്ട് സാധിക്കും. സാധാരണ രാസകൃഷിയിൽ ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ നമ്മൾ ഓരോ പ്രാവശ്യം പോകുന്തോറും വളങ്ങളുടെ അളവ് കൂട്ടേണ്ടി വരുന്നുണ്ട്. പക്ഷേ ജൈവകൃഷിയിൽ എന്നുള്ള രീതിയിലേക്ക് വന്നു കഴിഞ്ഞാൽ നമുക്ക് ഓരോ പ്രാവശ്യം വളത്തിൻ്റെ അളവ് കുറയ്ക്കാനും ഒരു 3-4 വർഷം കഴിഞ്ഞ് കഴിഞ്ഞാൽ പിന്നെ നമുക്ക് തന്നെ അതൊരു മെയിൻറ്റെയിൻ ചെയ്ത് പോകാനായിട്ടും കഴിയും. വളരെ ലോ കോസ്റ്റിൽ ചെയ്യാനായിട്ടും കഴിയും. അപ്പോൾ അതിന് ഏറ്റവും എന്നുള്ളത് മണ്ണിനെ മെച്ചപ്പെടുത്തുക എന്നുള്ളതിൽ ഏറ്റവും പ്രധാനമായിട്ടുള്ളൊരു സാധനമാണ് സൊല്യൂഷൻ, അതായത് ഇഫക്റ്റീവ് മൈക്രോ ഓർഗാനിസംസ്. ഇത് പുറമേ നിന്ന് വാങ്ങാനായിട്ട് കിട്ടുന്നുണ്ട്. എന്നാൽ ഏറ്റവും വളരെ സിമ്പിളായിട്ട് നമുക്ക് വീട്ടിൽ തന്നെ ചെയ്യാൻ പറ്റും, ഏറ്റവും ചിലവ് കുറഞ്ഞ രീതിയിൽ. കാരണം ഇതിലേക്ക് ആവശ്യമായിട്ടുള്ള സാധനങ്ങളെല്ലാം തന്നെ വളരെ അഴുകിയതോ അല്ലെങ്കിൽ വേസ്റ്റായിട്ട് കളയുന്ന സാധനങ്ങൾ മാത്രമാണ് ഇതിൽ കൂടുതലും ഉപയോഗിക്കുന്നത്. ഇതിൻ്റെ ഇൻഗ്രീഡിയൻസ് എന്ന് പറയുന്നത് വേണ്ടത് പപ്പായ, മത്തൻ, ഏത്തപ്പഴം, എല്ലാം ഒരു കാര്യം മാത്രം ശ്രദ്ധിക്കുക, ഇതെല്ലാം തുല്യ അളവിനാണ് എടുക്കുന്നത്. അതായത് ഏത്തപ്പഴം 250 ഗ്രാം, പപ്പായ 250 ഗ്രാം, മത്തൻ 250 ഗ്രാം, പയർ പൊടിയോ ഉഴുന്ന് പൊടിയോ ഏതെങ്കിലും ഒരു ധാന്യത്തിൻ്റെ പൊടി എടുക്കാം. നമ്മളിവിടെ എടുത്തിരിക്കുന്ന പയറിൻ്റെ പൊടിയാണ്, അത് 250 ഗ്രാം, ശർക്കര പൊടിച്ചത് 250 ഗ്രാം, വെള്ളം 1 ലിറ്റർ, പിന്നെ അതുപോലെ തന്നെ നാടൻ കോഴിയുടെ മുട്ട ഉപയോഗിക്കുന്നുണ്ട് ഇതിലേക്ക്, അതൊരു 3 എണ്ണം. ഇത്രയാണ് ഇതിലേക്ക് വേണ്ട സാധനങ്ങൾ. ഈ പഴവർഗ്ഗങ്ങൾ തിരഞ്ഞെടുക്കുമ്പോൾ, അതായത് മത്തനായാലും ഏത്തപ്പഴമായിരുന്നാലും ഇതായിരുന്നാലും എടുക്കുമ്പോൾ ശ്രദ്ധിക്കാനുള്ള കാര്യം, നല്ല അഴുകിയത് അല്ലെങ്കിൽ അത്രത്തോളം പഴുത്തത്, ഒരിക്കലും പച്ച എടുക്കരുത്. അതായത് കറ ഒലിക്കുന്ന ഒരു സാധനം എടുക്കരുത്. എങ്കിൽ നമ്മൾ ഉണ്ടാക്കുന്ന വളത്തിൻ്റെ ക്വാളിറ്റി കുറയും എന്ന് മാത്രമല്ല സമയം കുറച്ച് കൂടുതൽ കൊടുക്കേണ്ടി വരും. അത്രത്തോളം നമ്മൾ വിചാരിച്ച എഫക്റ്റും കിട്ടണമെന്നില്ല. അപ്പോൾ ഏറ്റവും നല്ലത് ഇത്തരത്തിൽ അഴുകിയതോ അല്ലെങ്കിൽ അത്രത്തോളം പഴുത്തതോ ആയിട്ടുള്ള സാധനങ്ങൾ എടുക്കുന്നതായിരിക്കും. ആദ്യം എടുക്കുക, ചെറിയ ചെറിയ പീസുകളായിട്ട് കട്ട് ചെയ്യുക. അപ്പോൾ അതിനകത്ത് ഇപ്പോൾ ഏത്തൻ്റെ എന്താണെങ്കിലും കുരു ഉൾപ്പെടെ നമുക്കതിൽ ഉപയോഗിക്കാം, തോട് ഉൾപ്പെടെ ഒന്നും മാറ്റിക്കളയേണ്ട ആവശ്യമില്ല. രണ്ടാമത് മത്തൻ ഇതുപോലെ ചെറിയ കഷ്ണങ്ങളായിട്ട് കട്ട് ചെയ്തിട്ടിട്ട് അതിനെ നമുക്ക് എയർ ടൈറ്റാക്കി വയ്ക്കാനായിട്ട് ഒരു പ്ലാസ്റ്റിക് പാത്രം എടുക്കാം. പ്ലാസ്റ്റിക് പാത്രത്തിനകത്ത് ഇതിനെ ഇട്ട് വയ്ക്കുക. ഇട്ടതിന് ശേഷം നമ്മൾ നേരത്തെ പറഞ്ഞതുപോലെ 1 ലിറ്റർ വെള്ളം എടുക്കുക. ഈ 1 ലിറ്റർ വെള്ളത്തിൽ നേരത്തെ തയ്യാറാക്കി വെച്ചിരിക്കുന്ന 250 ഗ്രാം ശർക്കര ഉണ്ടാവും. ഈ ശർക്കരയും കൂടെ ഇതിലിട്ട് നല്ലോണം ഇളക്കുക, ഒരു പാനീയമാക്കി മാറ്റുക. എന്നിട്ട് ഇതിനെ ഈ പച്ചക്കറികൾ നമ്മൾ കട്ട് ചെയ്ത് വെച്ചിരിക്കുന്ന പഴവർഗ്ഗങ്ങളിലും പച്ചക്കറിയിലേക്ക് ഒഴിച്ചു കൊടുക്കുക. ഒഴിച്ച് നല്ലോണം ഇളക്കിയിട്ട് ഇതിലേക്ക് 250 ഗ്രാം പയർ പൊടിയും കൂടെ ചേർത്ത് നല്ലവണ്ണം ഇളക്കുക. നല്ല ഇളക്കി മിക്സ് ചെയ്യുക. മിക്സ് ചെയ്തതിന് ശേഷം ശ്രദ്ധിക്കാനുള്ള കാര്യം, പിന്നീട് ഇതിനൊന്നും ചെയ്യാൻ പാടില്ല. അപ്പോൾ നാടൻ കോഴി മുട്ട എടുത്തു വെച്ചിട്ടുണ്ട്, അത് 3 വശത്തായിട്ട് പൊട്ടിച്ചൊഴിക്കുക. നാടൻ കോഴിമുട്ട പൊട്ടിച്ചൊഴിക്കുന്നതിൻ്റെ പ്രാധാന്യം എന്ന് പറയുന്നത്, ഇത് എന്ന് പറഞ്ഞ ഒരു മൈക്രോബിയൽ ഓർഗാനിസംസ്, അതായത് സൂക്ഷ്മജീവികളുടെ ഒരു ആവാസ വ്യവസ്ഥയെന്ന് വേണമെങ്കിൽ പറയാൻ കഴിയും. കാരണം പുറത്തുനിന്ന് മറ്റ് സൂക്ഷ്മജീവികൾ അകത്ത് വരാതെ ഇതിൽ നിന്നും ഉണ്ടാകുന്ന സൂക്ഷ്മജീവികൾക്ക് വളരാനുള്ള ഒരു സാഹചര്യം ഒരുക്കി കൊടുക്കുകയാണ് മുട്ടയുടെ പ്രധാനമായിട്ടുള്ള ലക്ഷ്യം. കാരണം മുട്ടയിലെ പാട ഉള്ളത് കൊണ്ട് തന്നെ മറ്റ് ജീവികൾ ഇതിലേക്ക് അകത്തേക്ക് കടക്കില്ല. അതിനു വേണ്ടിയിട്ടാണ് ചെയ്യുന്നത്. മുട്ട പൊട്ടിച്ചൊഴിച്ച് കഴിഞ്ഞാൽ ഇതിനെ ഇളക്കാൻ പാടില്ല, അതിനെ അതേപടി നിലനിർത്തുക. എന്നിട്ട് നല്ലോണം അടച്ച് നിഴലുള്ള ഒരു സ്ഥലത്ത് സൂക്ഷിച്ച് വയ്ക്കുക. അത് മിനിമം ഒരു 15 ദിവസമെങ്കിലും വച്ചിരിക്കണം. 15 ദിവസം അല്ല കൂടുതൽ വയ്ക്കാൻ പറ്റുമെങ്കിൽ നല്ല. ഇപ്പോൾ ഇതൊരു എത്ര ദിവസം വച്ചിരിക്കണം എന്ന് പറയുന്നതിൻ്റെ തോതെന്ന് പറയുന്നത്, നമ്മൾ കിട്ടുന്ന വസ്തുക്കൾ അത്രത്തോളം അഴുകിയതോ അല്ലെങ്കിൽ അത്രത്തോളം പഴുത്തതോ ആണെന്നുണ്ടെങ്കിൽ നമുക്ക് 15 ദിവസം കൊണ്ട് തന്നെ തയ്യാറാവും. പക്ഷേ നമ്മൾ എടുക്കുന്ന സാധനങ്ങൾ കുറച്ച് പച്ചയാണ് അല്ലെങ്കിൽ പഴുത്ത് തുടങ്ങുന്നേ ഉള്ളൂ എന്നുണ്ടെങ്കിൽ ഈ 15 എന്നുള്ള ചിലപ്പോൾ ഒരു 18 20 ആവാൻ ചാൻസ് ഉണ്ട്. എന്നാലും നമ്മൾ പറയുന്ന കണക്കനുസരിച്ച് മിനിമം 15 ദിവസമെങ്കിലും വച്ചിരിക്കുക. 15 ദിവസത്തിന് ശേഷം ഇതിനെ നേരത്തെ പറഞ്ഞതുപോലെ അരിച്ചെടുത്ത് സൂക്ഷിച്ച് വയ്ക്കാം. ഇത് 3 മാസം നമുക്ക് സൂക്ഷിച്ച് വയ്ക്കാനായിട്ട് കഴിയും. ഇതിൻ്റെ അളവെന്ന് പറയുന്നത് ഒരു 100 ml ഇതിൽ നിന്ന് എടുത്തു കഴിഞ്ഞാൽ 1 ലിറ്റർ വെള്ളവും കൂടെ ചേർത്ത് മിക്സ് ചെയ്ത് നമുക്ക് ചെടികളിലേക്ക് ഒഴിച്ചു കൊടുക്കാൻ കഴിയും. ഇത് ഏറ്റവും നല്ലത് ചെടികളിൽ നിന്ന് അപേക്ഷിച്ച് മണ്ണിലേക്കാണ്. അതായത് ഇപ്പോൾ നമുക്ക് പച്ചക്കറി നടാൻ നാളെ താല്പര്യമുണ്ട്, നാളെ നമ്മൾ പച്ചക്കറി ഇടാൻ ഉദ്ദേശിക്കുന്നുണ്ടെങ്കിൽ ഇന്ന് മണ്ണിൽ നല്ലോണം തളിച്ച് വെള്ളം കൂടെ ചേർത്ത് തളിച്ചു കൊടുത്തിട്ട് പൊതയിട്ട് കൊടുക്കുക. അതായത് സൂര്യപ്രകാശം നേരിൽ മണ്ണിൽ അടിക്കാതിരിക്കാനായിട്ട് ഓല എന്തെങ്കിലും ഇട്ട് ഒരു പൊതയിട്ട് കൊടുക്കുക. ആ സമയത്ത് ഉള്ളൊരു ഉപയോഗം മണ്ണിലെ മറ്റ് സൂക്ഷ്മജീവികളുമായിട്ട് പ്രവർത്തിക്കാനും മണ്ണിലെ നമ്മൾ ഇട്ട് കൊടുക്കുന്ന വളവുമായിട്ട് പ്രവർത്തിച്ചിട്ട് മണ്ണിലെ ഒരു ആവാസ വ്യവസ്ഥ നല്ലോണം മെയിൻറ്റെയിൻ ചെയ്യാനായിട്ട് സാധിക്കും ഒരു ദിവസം ഇത്രയും കിട്ടുന്ന സമയത്ത്.
പിറ്റേ ദിവസം ചെടികൾ നട്ടു കൊടുത്തു കഴിഞ്ഞാൽ നല്ല ആരോഗ്യത്തോടു കൂടി വരും. ഇത് മറ്റൊരു രീതി ചെയ്യാം. നമ്മൾ വളം ചേർക്കുന്നതിന് മുമ്പായിട്ട് ഈ വളത്തിൻ്റെ കൂട്ടത്തിൽ ഇതും കൂടെ മിക്സ് ചെയ്ത് വച്ച് ഒരു ദിവസം വച്ച് കഴിഞ്ഞാലും ഇതേ ഒരു ഫലം തന്നെ നമുക്ക് കിട്ടാനായിട്ട് സാധിക്കും. ഇത് ഏറ്റവും നല്ലത് മണ്ണിലേക്കാണ് ഉപയോഗിക്കുന്നത്. ചെടികളിനെ അപേക്ഷിച്ച് മണ്ണിലൊഴിക്കാൻ വേണ്ടിയിട്ടാണ് ഇത് പ്രധാനമായിട്ടും ഉണ്ടാക്കുന്നത്. മണ്ണിലെ സൂക്ഷ്മജീവികളുടെ പ്രവർത്തനം കൂട്ടുക, അതാണ് പ്രധാനമായിട്ടുള്ള ലക്ഷ്യം. ഇത് ചെയ്യുന്നതുകൊണ്ട് ഇപ്പോൾ മോശമായിട്ടുള്ളൊരു മണ്ണും മെച്ചപ്പെടുത്താനായിട്ട് ഇത്തരത്തിലുള്ള ഓരോ ലിക്വിഡ് സാധനങ്ങളും ചെയ്യുന്നതുകൊണ്ട് കഴിയുന്നുണ്ട്. ഏറ്റവും പ്രധാനമായിട്ട് EM അതിലൊരു പ്രധാന പങ്ക് വഹിക്കുന്നതാണ്.